ആത്മകഥയിലെ കോമഡികൾ അവിടെയും തീരുന്നില്ല. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സൂചിപ്പിച്ച് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണങ്ങളെക്കുറിച്ചും ആത്മകഥയിൽ പരാമർശമുണ്ട്. നേരം ഇരുട്ടി വെളുത്തപ്പോൾ ചേരിമാറിയെത്തിയ ചെറുപ്പക്കാരനെന്ന ആത്മകഥയിലെ പരാമർശം പാലക്കാട്ടെ പാർട്ടിക്കാരെ ചെറുതായൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. അവസരവാദിയെന്നും കട്ടൻ ചായയും പരിപ്പോടെയും എന്ന പുസ്തകത്തിൽ ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല, അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാലക്കാടിലെ LDF സ്ഥാനാർത്ഥി അവസരവാദിയാണ് എന്ന് CPM-ൽ ഒരു നേതാവെങ്കിലും പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഞാൻ EP ജനാർദ്ദനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ആര് പോയാലും സ്വീകരിക്കുന്ന പതിവ് അപ്പുറത്താണ്. അതിന്റെ ഉദാഹരണമല്ലോ പാലക്കാട് സരീൻ. അതിനെ കുറിച്ചാണ് ഇപ്പൊ EP പറഞ്ഞു എന്ന് പറയുന്നത്. പ്രേമലേഖനം എഴുതിയത് നീയല്ലേ? LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലുള്ള പക EP-ക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പരിഹാരമില്ലാത്തിടത്തോളം കാലം അദ്ദേഹം തൃപ്തനുമാവില്ല, അദ്ദേഹം നിശബ്ദനുമാവില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയും കൊടുക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേടാ. അയ്യോ വിശ്വാ, പതുക്കെ എല്ലാരും കൂടെ ചേർന്ന് തന്നെ തല്ലി കൊന്നുകളയും. ഡാമേജ് കൺട്രോളിന് EP-യെ പാലക്കാട്ട് കൊണ്ടുവന്നേ മതിയാകൂ. നേരം ഇരുട്ടി വെളുത്ത് EP പാലക്കാട്ട് എത്തിയപ്പോൾ EP-ക്ക് സരിനെക്കുറിച്ച് നല്ല മതിപ്പായി. ജോലി പോലും രാജിവെച്ച് നിസ്വാർത്ഥ സേവകനായി പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരിൻ. ഈ പാലക്കാട്ട് ജനതയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ്. അലക്ഷ്യമായ മുഖഭാവത്തോടെ, അലസമായ അംഗവിക്ഷേപത്തോടെ, അലോകതൃതഗാത്രനായ മധുര മനോഹര മനോജ്ഞനായ ചെറുപ്പക്കാരൻ. ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരത്തുകയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സായിരുന്നു. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി. നിങ്ങൾക്കൊക്കെ ഡോക്ടർ സരിനുമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും മാറും. മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം എന്നല്ലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. തെറ്റിദ്ധാരണ വെച്ച് പുലർത്തവരുടെ അഭിപ്രായം മാറും. സരിൻ ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഇഷ്ടമാണോ സത്യായിട്ട്? പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടിയിൽ. ഉത്തമനായ സ്ഥാനാർത്ഥിയായ സരിൻ പാലക്കാടിന് ലഭിച്ച മഹാഭാഗ്യം എന്നുവരെ EP പറഞ്ഞു. സരിനിലൂടെ പാലക്കാടിന് അലഭ്യലഭ്യശ്രീ എന്ന അപൂർവ യോഗമാണ് സിദ്ധിച്ചിരിക്കുന്നത് എന്ന് EP പറയുമോ ആവോ. ജാതകവശാൽ ചിന്തിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ബോധ്യപ്പെട്ടിട്ടുള്ളത് അറിയിക്കട്ടെ. ഡോക്ടർ സരിൻ തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അലഭ്യലഭ്യശ്രീ എന്ന അപൂർവ യോഗത്തിന് ഉടമയാണ് നിങ്ങളുടെ മകൻ. സരിൻ ജയിച്ചു വന്നാൽ ഈ പാലക്കാട് ഒരു പുതിയ പാലക്കാടായിരിക്കും. അനന്തസാഗരത്തിലെ തിരമാലകൾ പോലെ ഭാഗ്യം ഒന്നിനുമേലെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും റോഡുകളും പാലങ്ങളും. ജാതകക്കാരനായ ബാലഗോപാലൻ നിൽക്കുന്നിടത്ത് കനകം വിളയും, സൗഭാഗ്യം വന്ന് പൊറുതിമുട്ടും. ഉയർന്ന നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ എല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഈ പാലക്കാട് ഒരു തിലകക്കുറിയാക്കി മാറ്റും. ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കിയാൻ കൈ തരാം.